പിന്നെ നമ്മുടെ മറ്റേ കൊൽക്കത്തയിൽ നടന്ന സംഭവം റേപ്പ് കേസ്, അതിൽ നല്ല ശിക്ഷാ നടപടി നന്നായിട്ട് തന്നെ എടുക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. പിന്നെ ആ കുട്ടിയുടെ എതിരായിട്ടും പറയുന്നുണ്ട്, ഇങ്ങനെ അതായത് വളച്ചൊടിച്ചു, ശരിക്ക് ഇതാക്കിയിട്ടില്ല എന്നൊക്കെയുള്ള, അന്വേഷിച്ചില്ല, തെറ്റിദ്ധരിപ്പിക്കുന്നൊക്കെയുള്ള. ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ ഏതൊരു സംഭവം എടുത്ത് നോക്കിയാൽ സംശയമായിട്ടുള്ള തോന്നും. കാരണം വെച്ചാൽ ഡ്യൂട്ടി ഇടുന്നത് തന്നെ പ്രത്യേക രീതിയിലാണെന്ന് വെച്ചാൽ പെട്ടെന്ന് എമർജൻസിയിൽ ഇടേണ്ടി വരും, ചിലപ്പോൾ ചിലർ കണ്ടിന്യൂ ഇടേണ്ടി വരും. അതൊരു പ്രത്യേക സിറ്റുവേഷനാണ് മെഡിക്കൽ ഫീൽഡിലുള്ളത്. പിന്നെ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവർക്കും ആരുടെ എന്ത് ഇതുണ്ടായാലും ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് നല്ല ആക്ഷൻ തന്നെ വേണമെന്ന്, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് തന്നെ ഗവൺമെൻറ് ഉത്തരവാദിത്വം കൂടിയാണ്. അത് തന്നെയാണ്. പിന്നെ മമതാ ബാനർജിയൊക്കെ ഇതേ സംഭവത്തിൽ പുള്ളിക്കാരുടെ അവിടെയാണ് നടന്നിരിക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാർ തന്നെ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ട് നടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെയൊക്കെ ഗതി എന്താണെന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ കൂടുതലും പഠിക്കുന്നവരിൽ ഒക്കെ നല്ലൊരു ശതമാനം ഈ ക്രിമിനൽ ആക്ടിവിറ്റിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നേ. അപ്പോൾ അതിനും തലപ്പത്തിരിക്കുന്നവന് അതുപോലത്തെ ടീമായിരിക്കില്ലേ ഇരിക്കുന്നത്. അതുപോലെ കാര്യങ്ങൾ നിലനിർത്താനും അതങ്ങനെ നിയന്ത്രിക്കാനൊക്കെ പറ്റുന്നവനായിരിക്കില്ലേ ഇത് സംഭവങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന തലപ്പത്തിരിക്കുന്നത്. എല്ലാ മെഡിക്കൽ കോളേജിലും എല്ലാ സ്ഥലങ്ങളിലും ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർ തന്നെയാണ്. ഇത് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ പറയാൻ ഇതിനെക്കുറിച്ച് തന്നെ.